ഹായ് ഗായ്സ്, ദിസ് ഇസ് ജിൻ ജാങ്കോ. സോ ഗോളം എന്ന് പറഞ്ഞ പടം കണ്ടിരിക്കുകയാണ്. ഗോളം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് സംജാദാണ്. അത് എഴുതിയേക്കുന്നത് സംജാദും പ്രവീണും കൂടിയാണ്. പിന്നെ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന 3 പേരാണ്. അതായത് സജീവ് PK, ഉദയ് രാമചന്ദ്രൻ, ആനി സജീവ് എന്ന് കൂടിയിട്ടാണ്. എഡിറ്റ് ചെയ്തേക്കുന്നത് മഹേഷാണ്. മ്യൂസിക് ചെയ്തേക്കുന്നത് എബി സാൽവിനാണ്. സോ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പടം ഒരു ഡീസൻറ്റ് ത്രില്ലറാണ്. ആക്ച്വലി നമുക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ പടം ഓക്കെയാണ്. ഒരു ത്രില്ലർ ജോണറിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങിയത് വെച്ച് ഒരു അത്യാവശ്യം നല്ലൊരു പടം തന്നെയാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ റീസെൻ്റ്ലി ത്രില്ലറിൽ ഇറങ്ങിയിട്ടുള്ളത് തലവനായിരുന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന ഒരു ത്രില്ലറാണ്. അതൊരു വെറൈറ്റി സ്റ്റോറിയാണ്, ഒരു വെറൈറ്റി പ്ലോട്ടാണ് സംഭവം വരുന്നത്. പിന്നെ എനിക്ക് കുറച്ച് ഡ്രോബാക്സ് ആയിട്ട് തോന്നിയിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അവതരണമാണ്. അതായത് നമുക്ക് പെട്ടെന്ന്, അതായത് ഒരു ത്രില്ലർ എന്ന് പറയുമ്പോൾ ത്രില്ലടിപ്പിച്ച് നമുക്ക് ഒരു ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പെട്ടെന്ന് കൊണ്ടുവന്ന് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക് നമുക്കതിൻ്റെ മൊത്തത്തിൽ റിവീൽ ചെയ്യുന്ന ഒരു സെറ്റപ്പിലേക്ക് വരുന്നുണ്ടായിരുന്നു. സോ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് രഞ്ജിത്ത് സജീവ്, ഒരു പുതിയ ആക്ടറാണെന്ന് തോന്നുന്നുണ്ട്. മുമ്പ് ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ദിലീഷ് പോത്തനുണ്ട്, സിദ്ദീഖ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ അലൻസിയർ ഉണ്ട്. അങ്ങനെ കുറച്ച് നല്ല ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ സണ്ണി വെയിൻ ഉണ്ട്. സണ്ണി വെയിനൊക്കെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പം ദിലീഷ് പോത്തൻ റോളാണെങ്കിൽ ചെറിയൊരു റോളാണെങ്കിലും ദിലീഷ് പോത്തൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി പ്ലോട്ടാണ്, വെറൈറ്റി കഥ. നമ്മൾ ഇതുവരെ മലയാളത്തിൽ അങ്ങനെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു പ്ലോട്ടാണ് ഈ ഗോളത്തിൽ ഡിസ്കസ് ചെയ്തേക്കുന്നത്. ഇത് ആക്ച്വലി ഒരു പ്രീക്വൽ പോലെയാണ്. ഇനി ഇത് സീക്വൽ സെക്കൻഡ് പാർട്ട് ഉണ്ടാവുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. മൊത്തത്തിലൊരു ഓഫീസ് സെറ്റപ്പിൽ, അതൊരു ടെക്കി ഓഫീസ് സെറ്റപ്പിൽ നടക്കുന്ന ഒരു ടൈപ്പ് ഒരു ക്രൈമിനെ കുറിച്ചുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനും അതിനെ തുടർന്നുണ്ടാകുന്ന കുറേ ഫോളോ അപ്സും അതിൻ്റെ പുറകിലുണ്ടാകുന്ന വലിയ വലിയ ക്രൈമുകളെ കുറിച്ചുള്ളൊരു ഹിൻറ്റും കൂടി ഇട്ടിട്ടാണ് പടം നിർത്തിയേക്കുന്നത്. സോ രജിത് സജി ചെയ്തേക്കുന്നത് ഒരു പോലീസ് ഓഫീസറിൻ്റെ റോളാണ്. ആക്ച്വലി അദ്ദേഹം ഇപ്പോൾ ഒരു ടെക്കി ഒരു ഏരിയയിൽ, ടെക്കി ഒരു കമ്പനിയിലൊരു ക്രൈം നടക്കുന്നു. ആ ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വരുന്ന ഒരു ഓഫീസറായിട്ട് വരുന്നു. പിന്നെ അതിനായിട്ട് അവരുടെ ഇൻ്റർറോഗേഷൻ സീൻസും അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഫോളോ അപ്പ് ആയിട്ട് പിന്നെ പോകുന്ന ഒരു ടൈപ്പ് ഒരു കഥയാണ്. ഒരു പുതിയ ടൈപ്പ് ഒരു പ്ലോട്ടാണ്. ഞാനിതിനെ കണ്ടിട്ടില്ല, മലയാളത്തിൽ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ ഒരു പുറത്തുള്ള ഒരു ഹോളിവുഡ് ടൈപ്പ് മൂവീസിലൊക്കെ കാണുന്ന ടൈപ്പ് ഒരു പ്ലോട്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത്യാവശ്യം ത്രില്ലിംഗ് ആണ്, ഡീസൻറ്റ് ത്രില്ലർ എന്ന് പറയാം. നമുക്ക് ഞാൻ അത്ര അടിപൊളിയാണെന്നൊന്നും പറയുന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഒരു നല്ലൊരു മൂവി തന്നെയാണ് ഗോളം എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രീക്വൽ, പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഫസ്റ്റ് ഇനീഷ്യലി തന്നെ പെട്ടെന്ന് വന്ന് നമുക്ക് അതിൻ്റെ ഒരു ക്രൈമിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞ് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു എങ്ങനെയാണ് ക്രൈം നടന്നുള്ള സാധനം എക്സ്പ്ലെയിൻ ചെയ്തത്. സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ തന്നെ മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത് വരുന്ന നമുക്ക് തന്നെ ഹിൻഡ് മനസ്സിലായി വരുന്നൊരു ടൈപ്പാണ്. അത്ര വലിയ ഞെട്ടിക്കുന്ന ടൈപ്പ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള സംഭവമൊന്നുമല്ല. പക്ഷെ നമുക്ക് രസത്തിൽ കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. ഒരു നല്ലൊരു ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്. പിന്നെ സണ്ണി വെയിൻ ചെയ്ത റോൾ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള റോളാണ്. അതുപോലെ ദിലീഷ് പോത്തൻ്റെ ചെറിയ റോളായിരുന്നു, കുറച്ച് ഉണ്ടായിരുന്നുള്ളായിരുന്നു. അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ കുറച്ചുണ്ട്, പക്ഷേ ഉള്ളതെല്ലാം അദ്ദേഹം നല്ലോണം ചെയ്തിട്ടുണ്ട്. സണ്ണി വെയിൻ അതുപോലെ തന്നെ നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എംപ്ലോയീസ് ആയിട്ട് പിന്നെ നമ്മളെ കാർത്തിക് ശങ്കർ എന്ന് പറഞ്ഞാൽ നമ്മളെ യൂട്യൂബിലേക്കുള്ള അദ്ദേഹം ഒരുപാട് വീഡിയോസ് ചെയ്യാറുണ്ടല്ലോ. അദ്ദേഹം അതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു അതിനകത്ത് ആ ഒരു ഓഫീസിലൊരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നൊരു എംപ്ലോയി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മാക്സിമം പറ്റുന്നവരെല്ലാം പോയി കാണാൻ, ഒരു ത്രില്ലറൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണുന്നത് നല്ലതായിരിക്കും. സോ അപ്പോൾ മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് ഈ ജിൻ ജാങ്കോ വരുന്നതായിരിക്കും. സോ താങ്ക് യു.